നിത്യസഹായമായ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് യാക്കോബായ സുറിയാനി സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായും കോട്ടയം തൂത്തുട്ടി മോർ ഗ്രിഗോറിയൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമായ സഖറിയാസ് മോർ ഫിലിക്സിനോസ് മെത്രാപ്പൊലീത്ത. എന്നാൽ ആ ദേവാലയത്തിലുണ്ടായ ഒരു ദൈവാനുഭവം പിൽക്കാലത്ത് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ നാഴികക്കല്ലായി മാറിയിട്ടുണ്ട്. 95 കാലഘട്ടങ്ങളിൽ സെമിനാരിയിലേക്ക് പ്രവേശിച്ചത് മുതൽ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഒരാഴമായ ബന്ധത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്കിടയായിത്തീർന്നു. എൻ്റെ ആധ്യാത്മിക മേഖലയിലെ ഏറ്റവും വലിയ ഒരു വിജയമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി ഹൃദയത്തിൽ സ്വീകരിക്കുവാനും മരിയ ഭക്തിയിലേക്ക് മറ്റുള്ളവരെ ആഴപ്പെടുത്തുവാനും എനിക്ക് ഇടയായിത്തീർന്നു. അപകർഷതാബോധവും മിതഭാഷീ സ്വഭാവവും കാരണം ഒരു പുരോഹിതനായിരിക്കാൻ തക്ക ആന്തരിക വ്യക്തിത്വം തനിക്കില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പരിശുദ്ധ അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചു. തൻ്റെ മക്കളെ ഒരിക്കലും കൈവിടാത്ത അമ്മ എന്നും അദ്ദേഹത്തോട് കൂടി ഉണ്ടായിരുന്നു. 2000 അദ്ദേഹം ഒരു പുരോഹിതനായി തീരുമ്പോൾ തൻ്റെ ആദ്യ ബലിയോടുകൂടി ദിവ്യബലിയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യവും ശുശ്രൂഷാ മേഖലയിൽ ആവശ്യമായ കൃപകളും നൽകി പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. സമ്പൂർണ്ണ സമർപ്പണത്തിൽ സന്യാസ ജീവിതം ഏറ്റെടുത്ത് ശുശ്രൂഷാ ജീവിതം നയിക്കുവാനും തുടർന്ന് 2010 ഒരു മെത്രാപ്പൊലീത്തയായി അഭിഷിക്തനാകുമ്പോൾ ദൈവജനത്തെ നയിക്കുവാനും പരിശുദ്ധ അമ്മ എന്നും അദ്ദേഹത്തെ സഹായിക്കുന്നു. 2000 ഞാനൊരു പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നെങ്കിലും ബാല്യകാലങ്ങളിലും കൗമാരപ്രായത്തിലും യൗവനത്തിലും ഒരു പുരോഹിതൻ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ ആന്തരിക വ്യക്തിത്വം സജ്ജമായിരുന്നില്ല. സ്റ്റേജുകളിൽ നിന്ന് പ്രസംഗിക്കാനുള്ള അപകർഷതാബോധം, ആളുകളോട് അമിതമായി സംസാരിക്കാനായിട്ട് സാധിക്കാതെ മിതഭാഷിയായിരുന്ന സ്വഭാവം, മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് പിൻവലിയുന്ന സ്വഭാവം തുടങ്ങി പല പ്രത്യേകതകളും എൻ്റെ വ്യക്തിത്വത്തിലുണ്ടായിരുന്നതുകൊണ്ട് ഒരു ശുശ്രൂഷാ മണ്ഡലത്തിലേക്ക് നല്ല രീതിയിൽ പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന സംശയം എനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം ഭവനത്തിലുണ്ടായിട്ടുള്ള കഠിനമായ സാമ്പത്തിക പ്രതിസന്ധികളും പ്രയാസങ്ങളും എൻ്റെ ആന്തരിക വ്യക്തിത്വത്തെ പല രീതിയിലും തളർത്തിക്കളഞ്ഞിട്ടുണ്ട്. ചില ഒറ്റപ്പെടലുകളും ഏകാന്തതകളും ഈ കാലഘട്ടത്തിൽ എന്നെ ഭാരപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യുവാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ ആദ്യത്തെ ബലിയോടുകൂടി തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരാഴമായ ബോധ്യം പരിശുദ്ധ അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതിതായിരുന്നു, നാം ഓരോരുത്തരും ഓരോ ബലിവസ്തുവാണ്. ബലിപീഠത്തിൽ അർപ്പിക്കുവാനായിട്ടുള്ള ബലിവസ്തു നാം മുറിക്കപ്പെടേണ്ട അപ്പമാണ്. അതുകൊണ്ട് ബലിപീഠത്തിൽ ഒരപ്പം മുറിയുമ്പോൾ ആരാണോ
ആ ബലിക്ക് സജ്ജമാകുന്നത് ആ വ്യക്തി തന്നെയാണ് അപ്പമായി മുറിയേണ്ടത്. ക്രിസ്തു ഒരിക്കൽ നമുക്ക് വേണ്ടി മുറിയപ്പെട്ടു. ഇനി മുറിക്കപ്പെടേണ്ട അപ്പം മാമോദീസ മുങ്ങി ദൈവപുത്രന്മാരായി തീർന്നിരിക്കുന്ന നാം ഓരോരുത്തരുമാണ് ഇനി മുറിയപ്പെടേണ്ട അപ്പമെന്ന ഒരു ബോധ്യം ലഭിച്ചത് വഴി വിശുദ്ധ കുർബാനയിൽ ആദ്യത്തെ ബലിയിൽ തന്നെ തന്നെ ഒരു ബലിവസ്തുവായി സമർപ്പിക്കുവാനും ആ ബലിയിൽ ദൈവം ഇറങ്ങി വന്നാൽ മാത്രമേ ആ ബലിവസ്തു സ്വീകരിക്കപ്പെട്ട ബലിവസ്തുവാകൂ എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത വഴി ഒരു പ്രചോദനമുണ്ടായി. അങ്ങനെ സമ്പൂർണമായ സമർപ്പണത്തിലൂടെ ഒരു സന്യാസ ജീവിതം ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് സാധിച്ചു. അന്നു മുതൽ ശുശ്രൂഷാ മണ്ഡലത്തിൽ കാര്യമായ ഒരു മാറ്റം എന്നിലുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടൽ എന്നിൽ പ്രകടമായി. അതുവഴി ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള ഒരു പ്രത്യേക അഭിഷേകം, തിരുവചനങ്ങൾ ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള പ്രത്യേക കൃപ, അത് പ്രഘോഷിക്കുവാനായിട്ട് ഉള്ള കൃപ, ഇതെല്ലാം ലഭിച്ചു. അങ്ങനെ 2000 ഇടുക്കി മേഖലയിലുള്ള വാളാടി സെൻറ്റ് ജോർജ് ദേവാലയത്തിലേക്ക് പോവുകയും അവിടെ താമസിച്ച് പ്രാർത്ഥനയും അതുപോലെ ചെറിയ ധ്യാന ശുശ്രൂഷകളും അവിടെ ആരംഭിച്ചു. തൻ്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ശുശ്രൂഷാ മേഖലയിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലുകളാണ്. തൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പരിശുദ്ധ അമ്മയോടുകൂടി നിറവേറ്റുമ്പോൾ അമ്മയുടെ ശക്തമായ ഇടപെടൽ ദർശിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഏറ്റുപറയുന്നു. എൻ്റെ ധ്യാനാനുഭവത്തിൻ്റെ ഒന്നാമത്തെ അനുഭവം, ഒരു ദിവസം വളരെ പ്രതിസന്ധികളും അസ്വസ്ഥതകളും പൈശാചിക പീഡകളുമായി കടന്നു വന്ന ഒരു കുടുംബം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ആ കുടുംബത്തിലെ ഒരു കുഞ്ഞ് പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും അതിലൂടെ ശുശ്രൂഷകൾ, ഡെലിവറൻസ് പ്രയറിലൂടെ ശുശ്രൂഷകൾ ആ മേഖലയിൽ ആദ്യം ആരംഭിക്കാൻ സാധിച്ചു. പിന്നീട് വചന ശുശ്രൂഷയും അതുപോലെ ധ്യാന ശുശ്രൂഷയുമൊക്കെ അവിടെ ആരംഭിച്ചു. അനേകം ദൈവമക്കൾ കടന്നു വരികയും ഒക്കെ ചെയ്യുവാനിടയായി തീർന്നു. പിന്നീട് അനേകം ദൈവമക്കൾ ആഴമായി കുമ്പസാരം സ്വീകരിക്കുവാൻ തക്കവണ്ണം കടന്നു വരുവാനിടയായി തീർന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴിയായി ശുശ്രൂഷാ മണ്ഡലങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം എന്നൊരു വെളിപ്പെടുത്തൽ. യോഹന്നാൻ്റെ സുവിശേഷം 19, 26, 27 വചനം, ഇതാ നിൻ്റെ അമ്മ. അതുകൊണ്ട് ഓരോ വ്യക്തിയും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി തങ്ങളുടെ ഹൃദയത്തിലൊരു കൊച്ചു കുടിലുണ്ടാക്കി അവിടെ താമസിപ്പിക്കണമെന്നൊരു ബോധ്യമാണ് ഈ വചനത്തിലൂടെ എനിക്ക് ലഭിച്ചത്. ഇതുകൊണ്ട് എൻ്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളെല്ലാം തന്നെ പരിശുദ്ധ അമ്മയ്ക്കായിട്ട് സമർപ്പിക്കുവാനിടയായി തീർന്നു. ധ്യാന ശുശ്രൂഷകളും പൗരോഹിത്യ ശുശ്രൂഷവും സന്യാസ ജീവിതവും അതുപോലെ ഞാനിനി എന്തെല്ലാം ശുശ്രൂഷകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ആ ശുശ്രൂഷകളെല്ലാം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ശുശ്രൂഷകളായിരിക്കണമെന്ന ഒരു ബോധ്യം, അതിൽ നിന്ന് ഇന്ന് വരെ പടുത്തുയർത്തപ്പെട്ട എല്ലാ ശുശ്രൂഷകളുടെയും അമ്മയായി പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുക്കുകയും എല്ലാ ശുശ്രൂഷകളും ആരംഭിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ പ്രാർത്ഥനയിൽ ആരംഭിക്കുവാനായിട്ടും ദൈവം പ്രത്യേകമായൊരു ബോധ്യം നൽകി. അതുകൊണ്ട് ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ അമ്മയെ കൂടെ കൊണ്ടുപോവുകയും അമ്മയുടെ കൈ പിടിച്ചാണ് എല്ലാ ശുശ്രൂഷകൾക്കും എല്ലാ ശുശ്രൂഷകളും നിറവേറ്റുകയും ചെയ്യുന്നു. കോട്ടയത്തുള്ള തൂത്തുട്ടി ധ്യാന കേന്ദ്രം തുടങ്ങിയത് മാതാവിൻ്റെ ഇടപെടലുകൊണ്ടാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഹൈറേഞ്ച് മേഖലയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് ഒരു വൃദ്ധസദനം തുടങ്ങണമെന്ന ആശയവുമായി അദ്ദേഹത്തെ അധികാരികൾ ഇങ്ങോട്ടയച്ചു. എന്നാൽ ദൈവവചന ശുശ്രൂഷകൾ ആരംഭിച്ച് ക്രമേണ ഒരു ധ്യാന കേന്ദ്രമായി അത് വളർന്നു.
2003 വർഷത്തിലാണ് ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. ഹൈറേഞ്ച് മേഖലയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം നാട്ടിലേക്ക് വരുവാനിടയായി തീർന്നത് ഈ സ്ഥലത്ത് ഒരു പ്രത്യേക നിയോഗത്തോടു കൂടിയായിരുന്നു. പ്രായമായ ആളുകൾക്ക് താമസിക്കുവാനുള്ള വൃദ്ധസദനം ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സഭ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്നാൽ ഇവിടെ വന്ന് ദൈവവചന ശുശ്രൂഷകളും ധ്യാനവും ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്ന് ധ്യാനം കൂടുവാനായിട്ട് ഇടയായി തീർന്നു. വളരെ പരിമിതമായ സാഹചര്യമായിരുന്നുവെങ്കിലും ആ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് താമസിച്ച് ധ്യാനം കൂടുന്ന അനേകം ദൈവമക്കൾ ഉണ്ടായി. അങ്ങനെ ധ്യാന കേന്ദ്രം ധ്യാന ശുശ്രൂഷകൾ ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് തന്നെ ഈ ധ്യാന കേന്ദ്രവും ഈ ധ്യാന ശുശ്രൂഷയും പരിശുദ്ധ അമ്മയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച ഈ ധ്യാന കേന്ദ്രത്തിൽ പ്രകടമായ രോഗശാന്തിയും അത്ഭുത പ്രവൃത്തികളും വഴി അമ്മയുടെ ശക്തമായ ഇടപെടൽ ഇന്നും ഉണ്ടാകുന്നു. ക്യാൻസർ രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കുടുംബം, അവർ പരിശുദ്ധ സഭയിലുള്ള വിശ്വാസം, പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസമൊക്കെ ത്യജിച്ച് സഭയിൽ നിന്ന് മാറുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് അവരിവിടെ വന്ന് ധ്യാനം കൂടുകയും ആ വ്യക്തിയുടെ ക്യാൻസർ രോഗം പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്യുവാനിടയായി തീർന്നു. അതിനുശേഷം അവരിവിടെ നിന്ന് കൊണ്ടുപോയ പാട്ടുപുസ്തകം പരിശുദ്ധ അമ്മയുടെ ചിത്രം പതിഞ്ഞ പാട്ടുപുസ്തകമാണ്. ആ പാട്ടുപുസ്തകത്തിൻ്റെ മാതാവിൻ്റെ ചിത്രത്തിൽ നിന്ന് കണ്ണുനീര് ഒഴുകി വരുവാനിടയായി തീർന്നു. എന്ന് മാത്രമല്ല, ആ കുടുംബത്തിലെ ഇളയ കുട്ടിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ ഒരു വെളിച്ചമായി കടന്നു വരുന്നതായും അവർ സാക്ഷ്യപ്പെടുത്തി. ഒരു ദിവസം അവരുടെ പത്രക്കെട്ടിനുള്ളിൽ നിന്ന് എണ്ണ വരുന്നതായി ആ കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ വെളിച്ചം വന്ന്, അതായത് മാതാവിൻ്റെ സാന്നിധ്യം ആ കുട്ടിയോട് പറഞ്ഞു. ആ പത്രക്കെട്ടുകൾ അഴിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിൽ 8 നോയമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള സപ്ലിമെൻറ്റിൽ ഇതാ നിൻ്റെ അമ്മ എന്ന ഹെഡിങ്ങോടുകൂടി ഒരു ലേഖനം ഞാൻ എഴുതിയിരുന്നു. ആ ലേഖനത്തിലുള്ള മാതാവിൻ്റെ ചിത്രത്തിൽ നിന്നാണ് കണ്ണുനീര് പടർന്നു വരുവാനായിട്ട് ഇടയായത്. ഇതിലൂടെ ഒരു കാര്യം ബോധ്യപ്പെട്ടു. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണെന്ന സത്യം ലോകത്തിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് ബോധ്യപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ധ്യാന കേന്ദ്രത്തിലെ പരിശുദ്ധ അമ്മയുടെ നിർണായകമായ മറ്റൊരു ഇടപെടലാണ് പരിശുദ്ധ സഭയുടെ കൂദാശകളൊക്കെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കൂദാശകളാണ് എന്ന് വെളിപ്പെടുത്തിയത്. എൻ്റെ ധ്യാന ശുശ്രൂഷയുടെ ആരംഭം മുതൽ തന്നെ എന്നോടുകൂടെ ഗാന ശുശ്രൂഷകൾ ചെയ്ത് സഹായിച്ച ഒരു പെൺകുട്ടി, ഏകദേശം 32 വയസ്സിപ്പോഴുണ്ട്, 3 കുട്ടികളുടെ മാതാവാണ്. പെട്ടെന്ന് ഒരു ബ്രെയിൻ ഹെമറേജ് വന്ന് രോഗാവസ്ഥയിലായി. സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. ഒരു സൈഡ് തളർന്നുപോയി. അതുപോലെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. ഭാഷകൾ എല്ലാം തലയിൽ നിന്ന് മാഞ്ഞുപോയി. വായിക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയായി. പരസഹായം കൂടാതെ നടക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അവർ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആ കുട്ടിയെ ഞങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ചാപ്പലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പരിശുദ്ധ സഭയുടെ തൈലാഭിഷേക ശുശ്രൂഷ, രോഗി ലേപന ശുശ്രൂഷ, അത് രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. എന്നാൽ പലപ്പോഴും അത് അന്ത്യകൂദാശ എന്ന പേരിലാണ് പലപ്പോഴും അറിയപ്പെടുക. ഏതായാലും ഈ കുട്ടിക്ക് തൈലാഭിഷേക ശുശ്രൂഷ നടത്തി പിറ്റേ ദിവസം രാവിലെ
പൂർണ്ണമായി സംസാരശേഷി തിരിച്ചു കിട്ടി. അപ്പോൾ ജീവിത പങ്കാളി ഭർത്താവ് പറഞ്ഞു, നിനക്ക് സംസാരശേഷി കിട്ടിയെങ്കിൽ നടക്കാനും ദൈവം കഴിവ് നൽകിയിട്ടുണ്ടാകും. അങ്ങനെ എഴുന്നേൽപ്പിച്ച് നടത്തപ്പോൾ പരസഹായം കൂടാതെ നടക്കുവാനും സാധിച്ചു. അതിനുശേഷം ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനം, ദൈവാജനനി എന്ന് പറയുന്ന ഒരു ഗാനം പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് ഓർമ്മ കിട്ടി ആ ഗാനം പാടുവാനായിട്ടിടയായിത്തീർന്നു. തൻ്റെ രോഗാവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ വഴി അമ്മ തന്നെ നയിക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഏറെ പറയാനുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെയും ചിന്തയുടെയും ഗതിയെ തന്നെ മാറ്റിമറിച്ചത് പരിശുദ്ധ അമ്മയാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ കൊണ്ട് ഉണ്ടായ അത്ഭുതമാണ് തൻ്റെ ജീവിതമെന്നും ഇന്നുവരെയുള്ള ജീവിതം അമ്മ നയിച്ചതാണ് എന്നും ഏറ്റുപറയുകയാണ് സഖറിയാസ് മോർ ഫിലിക്സിനൂസ് മെത്രാപ്പൊലീത്ത. മറ്റൊരു അനുഭവം പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത്, തുടർച്ചയായ സുവിശേഷ ശുശ്രൂഷ വഴിയായിട്ട് എൻ്റെ തൊണ്ടയിൽ ഒരു പോളിപ്പ് ഉണ്ടായി. ശബ്ദം പൂർണ്ണമായിട്ട് അടഞ്ഞുപോയി. ഡോക്ടർമാർ ഒരു ഓപ്പറേഷനിലൂടെ അല്ലാതെ സൗണ്ട് തിരിച്ചു കിട്ടുകയില്ല എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഓപ്പറേഷന് വിധേയമായ ശേഷം ഡോക്ടർമാർ നിർദ്ദേശിച്ചു 1 മാസം പൂർണ്ണമായ നിശബ്ദത, എല്ലാ കാര്യങ്ങളും എഴുതി മാത്രം മറ്റുള്ളവരെ അറിയിക്കുക, സംസാരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാത്ത രീതിയിൽ ആയിരുന്നു ഓപ്പറേഷന് ശേഷമുള്ള ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ ഞാൻ എറണാകുളത്തടുത്തുള്ളൊരു വീട്ടിൽ പോയി താമസിച്ചു, ശാന്തമായി പ്രാർത്ഥിച്ചു. ഈ 1 മാസം വളരെ നല്ലൊരു ദൈവാനുഭവവും പ്രാർത്ഥനാനുഭവവും ബൈബിൾ വായനയുമായി കഴിയാമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ ദിവസങ്ങൾ എനിക്കൊരു നല്ല ദൈവാനുഭവത്തിൻ്റെ ദിവസങ്ങളായിരുന്നില്ല. പ്രാർത്ഥനയിലെ തടസ്സങ്ങളും പ്രാർത്ഥനയിൽ ദൈവാനുഭവ കുറവും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം, മിക്കവാറും ദിവസങ്ങളിൽ ഇടപ്പള്ളി പള്ളിയിൽ പോയി വൈകുന്നേരങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വല്ലാർപാടം പള്ളിയിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. ആ യാത്രയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. ഒരു പ്രത്യേക അനുഭവം എനിക്കുണ്ടായി. അനുഭവം ഇതായിരുന്നു. ഞാൻ വായുവിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വലിയൊരു ചിത്രം പോലെ എൻ്റെ മനസ്സിൽ നിന്ന് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പോലെ ഒരു ചിത്രം എനിക്ക് ഒരു ദർശനം പോലെ കാണുവാനായിട്ടിടയായി. അത് കണ്ണ് തുറന്നിരിക്കുമ്പോൾ പോലും എനിക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു. യേശുവിൻ്റെ കയ്യിലൊരു അരളിക്കായും തൊട്ടു മുമ്പിൽ മാതാവ് യേശുവിന് അഭിമുഖമായി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രവുമാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നത്. ആ അരളിക്കായിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ആ വഴിയിലൂടെയെല്ലാം നടന്നു പോകുന്ന മനുഷ്യരുടെ എല്ലാം ദേഹത്ത് വന്ന് പതിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഒരു ദൈവവചനം എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകി. ആ വചനം ഇതായിരുന്നു: ലോകം മുഴുവൻ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഞാൻ സൗഖ്യം പ്രാപിച്ച് തിരിച്ചിവിടെ വന്നു. പിന്നീടുള്ള ശുശ്രൂഷാ മണ്ഡലങ്ങളെല്ലാം കാണാൻ സാധിച്ചത് മാരകമായ പാപങ്ങൾക്ക് അടിമപ്പെട്ട മദ്യം, മയക്കുമരുന്ന്, അശുദ്ധ ബന്ധങ്ങൾ തുടങ്ങി മാരക പാപങ്ങളുടെ അടിമത്തത്തിലേക്ക് കഴിയുന്ന വ്യക്തികളാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നത്. അവരോട് കൂടുതൽ കരുണയോടും സ്നേഹത്തോടും കൂടി അവരെ കൈകാര്യം ചെയ്യുവാൻ ഈ ഒരു അനുഭവത്തിലൂടെ എനിക്ക് സാധിച്ചു. ഇത് പരിശുദ്ധ അമ്മ വഴിയായി ഉണ്ടായ മറ്റൊരു നല്ല ദൈവാനുഭവമാണ്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്.